ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോഴേ നമുക്കാണെങ്കിൽ ഒരുപാട് വിഷമങ്ങളും സഹിക്കാൻ പറ്റാത്ത ഒരുപാട് ദുഃഖങ്ങളും നമുക്ക് മറക്കാനും പൊറുക്കാനും പറ്റാത്ത അത്രയും ദുഃഖങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് എവിടുന്നാണ്? നമ്മുടെ കുടുംബത്തിൽ നിന്നല്ലേ. അപ്പം നമ്മൾ മറ്റുള്ള ആൾക്കാരല്ല നമ്മളെ ഒരുപാട് എന്താ പറയുക, നമ്മളെ ഓരോന്ന് നമ്മളെ പറഞ്ഞ് ദേഷിപ്പിക്കുന്നതും അതുപോലെ തന്നെ എന്താ പറയുക സഹിക്കാൻ പറ്റാത്ത ഓരോ കാര്യങ്ങൾ തരുന്നതും ഒക്കെ അതെല്ലാം നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് കിട്ടുന്നത് അല്ലേ. നമ്മൾ സ്നേഹിക്കുന്ന എടുത്തു മാത്രം നമുക്ക് ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും നമ്മൾ ഈ സ്നേഹം കൊടുത്ത് ദുഃഖങ്ങളും വിഷമങ്ങളും മേടിക്കുന്ന ഒരു മൈൻഡാണ് എല്ലാവർക്കും അല്ലേ. നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ തിരിച്ചു നിന്ന് നമ്മളെ ഓരോന്നൊക്കെ പറയുകയും നമ്മൾ അറിയാതെ കണ്ട് ഓരോ പഴിവാക്കുകൾ നമ്മുടെ മേൽ ചാരുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു വിഷമവും സങ്കടങ്ങളും അതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവാത്ത ആ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകണം അല്ലേ. അങ്ങനെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് മനസ്സിലാകും നമ്മൾ എത്ര ചെയ്തു കൊടുത്താലും ചെയ്തിടവില്ല. അതേസമയം പുറത്തുനിന്ന് ആരെങ്കിലും നമ്മളെ എന്തെങ്കിലും വിഷമിക്കുന്ന കാര്യങ്ങളോ നമുക്ക് വിഷമങ്ങൾ എന്തെങ്കിലും പറയുന്നത് അത് ഇത്രയേ ഉള്ളൂ. അത് നമുക്ക് ആ ഒരു മൈൻഡിൽ നമ്മളത് എടുക്കൂല. എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മുടെ അകത്ത് നമ്മുടെ കുടുംബത്തിലുള്ള ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റുകയോ അവരിൽ നിന്ന് നമുക്ക് താങ്ങാനാവാത്ത എന്തെങ്കിലും ഒരു വിഷമങ്ങളോ കാര്യങ്ങളോ വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു മൈൻഡിലോട്ട് നമ്മുടെ വിഷമങ്ങൾ എത്രമാത്രം ഉണ്ടെന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഒരു ബൗണ്ടറി തിരിക്കണം. അതായത് നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറയുകയോ എടുക്കുകയോ ചെയ്ത് നമുക്കത് പകരം അവരോടത് പറയാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആപത്ത് വരണമെന്ന് ആഗ്രഹിക്കാനോ ഒന്നും നമ്മളെ കൊണ്ട് പറ്റൂല, നമുക്കത് താങ്ങത്തില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരിൽ നിന്നും നമ്മളൊരു ബൗണ്ടറി തിരിച്ചിട്ട് നമ്മൾ അവരിൽ നിന്നൊന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഇല്ലേ. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം തുടങ്ങാം. അപ്പം നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെയൊക്കെയാണ് നമ്മൾ അകറ്റി ഇച്ചിരി ഒന്ന് മാറ്റി നമ്മുടെ ആ ഒരു ജീവിതത്തിൽ നിന്ന് ഒരു ശകലം ഒന്ന് മാറ്റി നിർത്തേണ്ടത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളാണെങ്കിൽ എന്ത് ചെയ്താലും കുറ്റം, അങ്ങോട്ട് തിരിഞ്ഞാൽ കുറ്റം ഇങ്ങോട്ട് തിരിഞ്ഞാൽ കുറ്റം, നമ്മളൊരു ഡ്രസ്സ് ഇട്ടാൽ ഒരു കുറ്റം, നമ്മൾ ഈ കുറ്റം അല്ലാതെ അവരുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്തത് എന്തെങ്കിലും ഒന്ന് ശരിയാണെന്നോ ഇതുവരെ പറയാത്ത ആൾക്കാരുണ്ട് നമ്മുടെ കുടുംബത്തിൽ. ഇപ്പം ഒരുപാട് ആൾക്കാർ കാണുമല്ലോ കുടുംബത്തിലെന്ന് പറയുമ്പം അച്ഛനും അമ്മ മിത്രങ്ങൾ അങ്ങനെ മാത്രമല്ലല്ലോ, അവരുടെ ആൾക്കാരുണ്ട്, ഹസ്ബൻഡിൻ്റെ ആൾക്കാരുണ്ട്, നമ്മുടെ വീട്ടുകാരുണ്ട്. അങ്ങനെ കുടുംബം എന്ന് പറയുമ്പോൾ വലിയൊരു ഭാഗമാണല്ലോ കുടുംബം എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ആരെങ്കിലുമൊക്കെ എന്തായാലും കാണാതിരിക്കത്തില്ലല്ലോ. അപ്പം നമ്മളിപ്പം എങ്ങോട്ടെങ്കിലും ഒന്ന് പോകുവാണെങ്കിൽ അത് കുറ്റം, ജസ്റ്റ് തിരിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ അത് കുറ്റം, നമ്മൾ ജോലികളെല്ലാം വീട്ടിലെല്ലാം ഒതുക്കിയിട്ടായിരിക്കും ചിലപ്പം TV കാണാൻ നിൽക്കുന്നത്, ചിലപ്പോൾ അതൊരു കുറ്റമായിട്ട് എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അവരാരെങ്കിലും നമ്മുടെ വീട്ടിൽ വരുന്ന സമയത്തായിരിക്കും നമ്മുടെ കഷ്ടകാലത്തിന് നമുക്കൊരു ഫോൺ വരുന്നത്, അതിൽ നമ്മളൊന്ന് സംസാരിച്ചിരിക്കുകയാണെങ്കിൽ അതൊരു കുറ്റം. മാക്സിമം ചിലപ്പം വരുന്നത് നമ്മുടെ വീട്ടുകാരോ അല്ലെങ്കിൽ ആങ്ങളെയോ അനിയത്തിയോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അതെല്ലാം ഒരു കുറ്റം. നമ്മളൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങിയാൽ അതൊരു കുറ്റം. എന്നാൽ അത് നല്ലതാണ് എന്ന് എല്ലാം കുറ്റം മാത്രം കണ്ടുപിടിക്കും. നമ്മൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും ആ ചെയ്തത് നല്ലതാണെന്ന് പറയാതെ എല്ലാം കുറ്റം കണ്ട് എത്തുന്ന ആൾക്കാരെ നമ്മൾ മാക്സിമം ഒന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരിൽ നിന്നും കുറച്ച് നമ്മൾ മാറി നിൽക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിലുണ്ടല്ലോ നമ്മൾ എന്തോ വലിയ തെറ്റിലോട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ള ഭാവം അവർ പറഞ്ഞ് നമ്മളങ്ങ് തെറ്റുവഴി അങ്ങായി പോകും. അതുകൊണ്ട് അവരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തുന്നത് നല്ലതാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു മൈൻഡുണ്ട്, നമ്മുടേതായിട്ടുള്ള ഒരു അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഉറച്ച് നിന്ന് നല്ല കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യങ്ങളാണെന്ന് തന്നെ ഉള്ള ഒരു മൈൻഡിൽ ഉറച്ച് നിൽക്കുന്നതാണ് നല്ലത്. എപ്പോഴും ഇങ്ങനെയൊക്കെ നമ്മളെ നമ്മളങ്ങ് ടോർച്ചറും തരുന്ന ആൾക്കാരിൽ നിന്ന് മാക്സിമം ഒന്ന് മാറി നിൽക്കുന്നത് നല്ലതാണ് അല്ലേ. അതുപോലെ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ, നമ്മൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ എന്തെങ്കിലും സപ്പോർട്ട് നമ്മളെ ഒരു കാര്യത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കത്തില്ല. പക്ഷെ നമ്മുടെ ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ ആനുകൂല്യങ്ങൾ പങ്കുപറ്റാനായിട്ട് വരുന്ന കുറച്ച് ആൾക്കാരുണ്ട് അല്ലേ. എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാർ. അങ്ങനെ ഉണ്ട്. നമ്മളാണെങ്കിൽ ഒരുപാട് സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു സഹായങ്ങളായിട്ട് നമ്മൾ അവരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ കയ്യിലില്ല, അല്ലെങ്കിൽ പറ്റില്ല, അല്ലെങ്കിൽ മുഖം കറുത്ത് സംസാരിക്കുക, അങ്ങനെ പല എന്താ പറയുക ഒരു നന്ദി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാത്ത ലേശമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ കാണും, ആരെങ്കിലും ഒന്നോ രണ്ടോ പേരൊക്കെ കാണും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ നമ്മൾ മാറ്റി നിർത്തുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ
നമ്മളെല്ലാം കൊടുത്തിരിക്കണം, അവർ മേടിച്ചുകൊണ്ടിരിക്കണം. നമുക്കൊരു കഷ്ടകാലമോ ഒരു സമയദോഷമോ വന്നിട്ട് നമ്മൾ അവരോട് എന്തെങ്കിലും ഒരു സഹായത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ചെന്നാൽ പോലും അവരെ കൊണ്ടത് പറ്റത്തില്ല. അതിനില്ലെങ്കിൽ പോട്ടെല്ലാം ശരിയാകും, അങ്ങനെ ഒരു നല്ല വാക്ക് പോലും പറയാതെ കണ്ട് നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരിൽ നിന്ന് നമ്മൾ മാക്സിമം ഒഴിഞ്ഞു നിൽക്കുകയാണ് നല്ലത്. ഇപ്പം മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന ഇപ്പം അമ്മായിയമ്മയായാലും മരുമോളായാലും അമ്മായിപ്പനായാലും ആരായാലും നമ്മളിപ്പം അവരോട് അവർക്കൊക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരുമ്പോൾ നമ്മൾ അവരെ അതുപോലെ കെയർ ചെയ്യുകയും ഓരോ കാര്യങ്ങൾ ചെയ്യുകയും എല്ലാം ചെയ്തിട്ട് നാളെ ഒരു സമയത്ത് അവരെന്ന് വെച്ചാൽ അവരെല്ലാം ഓക്കെ ആയി കഴിഞ്ഞിട്ട് നാളെ ഒരു സമയത്ത് നമ്മളെ തിരിഞ്ഞു നിന്ന് നമ്മളെ ഓരോന്നൊക്കെ പറയുകയും അല്ലെങ്കിൽ എന്നെ നോക്കിയില്ല കണ്ടില്ല, അല്ലെങ്കിൽ മരുമോൾ എന്നെ നോക്കിയില്ല, ഇല്ലെങ്കിൽ അമ്മായിയമ്മ എന്നെ നോക്കിയില്ല, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പഴിവാക്കുകളും ഇങ്ങനെയൊക്കെ പറയുമ്പോഴെന്ത് ചെയ്യണം, മാക്സിമം എല്ലാവർക്കും അതൊരു വിഷമമാണ് അല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ട് എന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ, നമ്മൾ അറിയാത്ത കാര്യങ്ങൾ പോലും പറഞ്ഞ് നടക്കുന്ന മറ്റുള്ളവർ അത് നമ്മുടെ അടുത്ത് വന്നത് പറയുന്ന, നിന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെയൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഏതായാലും എല്ലാവർക്കും വിഷമങ്ങളും കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴെന്ത് ചെയ്യണം, കുറച്ച് നമുക്ക് എന്ന് വെച്ചാൽ അവരെ നമുക്ക് വെറുക്കാൻ പറ്റുന്നില്ല. നമ്മുടെ സാഹചര്യത്തിൽ നമുക്ക് അവരിൽ നിന്നും ഇച്ചിരി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ മാത്രമേ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ. നമുക്ക് അവരെ വെറുക്കാനും പറ്റത്തില്ല, അതുപോലെ അവരെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരട്ടെ എന്ന് നമുക്ക് അങ്ങനെയും ചിന്തിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് എന്ത് ബുദ്ധിമുട്ടോ കാര്യങ്ങളും വന്നാലും അതിനകത്ത് ഒരു തരിയെങ്കിലും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആ സന്ദർഭങ്ങളിൽ അവരിൽ നിന്ന് ഒരു ഇച്ചിരി മാറി നിൽക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം നമുക്ക് അവരെ വെറുക്കാൻ പറ്റത്തില്ല. പൂർണ്ണമായിട്ടും അവരെ വെറുക്കാതിരിക്കാൻ വേണ്ടി ഒരു ശകല ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് നല്ലതാണെന്ന് ഞാൻ പറയും. അപ്പം നമ്മളെ കുറ്റം പറയുന്നതും പഴിവാക്ക് പറയുന്നതും, നമ്മളെ കുറ്റവും പഴിവാക്കും പറയുന്നത് നല്ല കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മളത് തെറ്റ് ചെയ്തത് കൊണ്ട് നമ്മളെ കുറ്റം പറഞ്ഞാൽ നമ്മൾ ഓക്കെ സമ്മതിച്ച് തെറ്റ് ചെയ്തതുകൊണ്ടാണല്ലോ എന്നുള്ള ഒരു ചിന്തയുണ്ട്. ഇത് വെറുതെ നടന്നാലും ഇരുന്നാലും നമ്മളെത്ര നല്ലത് ചെയ്താലും ഒന്നും പറയാതെ കണ്ട് ഏതും കുറ്റം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ആൾക്കാരുടെ അടുത്തു നിന്നൊക്കെ നമ്മൾ ഇച്ചിരി മാറി നിൽക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ് അല്ലേ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു മൈൻഡ് വ്യത്യാസം മാറാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇച്ചിരി ഒന്ന് മാറി നിൽക്കുന്നത് നല്ലത് തന്നെയാണ്. മറുപടി കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ മാത്രം നമ്മൾ മറുപടി കൊടുക്കുക, അല്ലാത്ത സമയങ്ങളിലും സന്ദർഭങ്ങളിലും എല്ലാം നമ്മൾ മൗനമായിട്ടിരിക്കുക. നമ്മൾ മൗനമായിട്ടിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല. അറിയാത്ത കാര്യങ്ങൾ മാത്രം നമ്മൾ എടുത്തെടുത്ത് പറയുമ്പോൾ മാത്രമേ നമ്മളെ അതിനകത്ത് തെറ്റുകാരായിട്ട് വ്യാഖ്യാനിക്കുന്നുള്ളൂ. അപ്പം അറിയാത്ത കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ മൗനമായിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് യാതൊരു കുഴപ്പവും വരുത്തില്ല അല്ലേ. ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മളെന്നും പറഞ്ഞുകൊണ്ടിരിക്കും. ആവശ്യമില്ലാതെ വരുന്ന സമയത്ത് ഒരു കറിയാപ്പല എടുത്ത് കളയുന്നത് പോലെ, കറികളിൽ നിന്നും രുചിക്ക് വേണ്ടി എടുത്തിട്ട കറിയാപ്പല നമ്മളെടുത്ത് കളയുന്ന അതേ ലാഘവത്തോടുകൂടി നമ്മളെ എടുത്ത് ദൂരം മാറ്റുന്ന ആൾക്കാരിൽ നിന്നും മാക്സിമം അകന്ന് തന്നെ ഇരിക്കണം. അത് കുടുംബത്തിലെ എത്ര വലിയ ആൾക്കാരാണെങ്കിൽ പോലും, കുടുംബത്തിലെ ആയാലും ആരായാലും അങ്ങനെ ഒരു മൈൻഡ് നമ്മളിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ പിന്നെ മനുഷ്യരല്ലാതാകുന്ന ഒരവസ്ഥയാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങൾ എന്താണ് ഇതിൽ നിന്നും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാലും അതൊന്ന് കമൻറ്റ് രീതിയിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ടാറ്റാ.